ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് അവള് പോയത്. ചിലപ്പോ അവള് പോയത് ഫിദ മേഡത്തിന്റെ അടുത്തേക്കാവും. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ഫിദ മേഡം അല്ലേ? ആ അതെ, ഞാൻ രാധിക മോളുടെ അമ്മയാ. രാധിക അവിടെ വന്നായിരുന്നോ? ഇല്ലല്ലോ. എന്താ പറ്റിയേ? അത് ഇന്നലെ രാത്രി മുതലേ മോളെ ഇവിടെ കാണാനില്ല. എന്താ നിങ്ങൾ ഈ പറയുന്നത്? മോളെ കാണുന്നില്ലെന്നോ? ഇന്നലെ രാത്രി ഞാൻ മോളുടെ ഫോണിൽ വിളിച്ചായിരുന്നല്ലോ. മുത്തശ്ശിയാ ഫോൺ എടുത്തേ. എന്തൊക്കെയോ പറഞ്ഞ് കട്ട് ചെയ്തു. രാധികയ്ക്ക് എന്താ സംഭവിച്ചേ? ഇന്നലെ ഇവിടെ അച്ഛനും മോളും കൂടി ചെറിയൊരു പ്രശ്നം നടന്നു. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാ അവക്കത് താങ്ങാൻ പറ്റില്ല. അവള് വീടിന് പുറത്തിറങ്ങി നിന്നു. കുറെ കഴിയുമ്പോ അവള് കയറി കിടന്നിട്ടുണ്ടാവുന്ന ഞങ്ങള് കരുതിയത്. ഇപ്പൊ നോക്കുമ്പോ മോളിവിടെ ഇല്ല. ദൈവമേ, എന്റെ മോളെ കാണാനില്ലെന്നോ? ഇന്നലെ അങ്ങനെ ഒരു പ്രശ്നം നടന്നപ്പോ എന്നോടൊന്ന് പറയാത്ത എന്താ? ഞാൻ വരുമായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേനേലോ. ഫിദ മേഡം, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അത് അപ്പ വിളിക്കാതിരുന്ന്. ആറ്റുവാശ്ശേരിന്ന് ഇറങ്ങിയ പിന്നെ അവക്ക് പോകാനുള്ള ഒരേ ഒരു സ്ഥലം കണിമംഗലോ. അവിടെ ഒന്ന് വിളിച്ചന്വേഷിച്ചായിരുന്നോ? അങ്ങോട്ട് പോയിട്ടില്ല. ഞാനും ദേവേട്ടനും അവളെ തിരക്കി ഇറങ്ങാൻ പോവാ. ഞാനും തിരക്കാം. ഇപ്പൊ തന്നെ ഇറങ്ങാം. എന്തെങ്കിലും വിവരം കിട്ടിയ അപ്പൊ തന്നെ ഞാൻ വിളിച്ചോളാം. എന്താ എടുത്തേ, ആറ്റുവാശ്ശേരിയിൽ അച്ഛനും രാധികയും തമ്മിൽ ഇന്നലെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന്. രാധിക വീട്ടിന് പുറത്തിറങ്ങി നിന്നു, പിന്നെ കണ്ടില്ല എന്ന്. എന്ത് ഉത്തരവാദിത്വം അവർക്കുള്ളത്? ഒരു പെൺകുട്ടി പാതിരാത്രി പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അവർ രാവിലെയാണ് തിരക്കേണ്ടേ? അകത്ത് കയറി കിടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. അവർക്കെന്താ? അവര് പ്രസവിച്ചൊന്നും അല്ലല്ലോ. ശ്യാമേ, അവരുടെ സ്നേഹത്തെക്കുറിച്ച് രാധിക നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് മോളെ കണ്ടെത്തിയേ പറ്റൂ. എടുത്തി ഇറങ്ങ. എവിടെയായാലും കണ്ടുപിടിച്ചേ പറ്റൂ. കൃഷ്ണ, ഹരിതാത്തൊന്നും എന്റെ മോളുടെ മനസ്സിൽ തോന്നിപ്പിക്കല്ലേ. അവളെ എനിക്ക് കണ്ടെത്തി തരണേ.